ഗൈസ്, ഇന്നലെ ഉണ്ടല്ലോ തോൽക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്കൊരു 20 സബ്സ്ക്രൈബേഴ്സിനെ ഒന്നിച്ച് കിട്ടുന്നത്. പിന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങളും നമുക്ക് സന്തോഷങ്ങളായത് കൊണ്ടിട്ട് എല്ലാവരോടും ആദ്യം തന്നെ നന്ദി പറയട്ടെ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോ പേഴ്സണൽ ലോണിനെ കുറിച്ചിട്ടാണ്. പേഴ്സണൽ ലോണിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് 50,000 മുതൽ 50 ലക്ഷം വരെ കിട്ടാനുള്ള ഓപ്ഷൻസ് നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഇല്ലേ. അതേമാതിരി 1 വർഷം മുതൽ 7 വർഷം വരെ ചില നാഷണലൈസ്ഡ് ബാങ്ക്, പൊതുവെ 5 വർഷം വരെ ആണെങ്കിലും ചില ബാങ്കുകൾ 7 വർഷം വരെ നമുക്ക് പേഴ്സണൽ ലോൺ തരും. അപ്പോൾ പേഴ്സണൽ ലോൺ എടുക്കുന്നവർ സാലറിയുടെ ബേസിലായിരിക്കുമല്ലോ ഈ ലോൺ എല്ലാം എടുക്കുന്നത്. അങ്ങനെ ലോൺ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരും ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേറെ EMIs ഒന്നും പോകാനില്ല. നമുക്കൊരാവശ്യം വന്നു, ഒരു 5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, നമ്മൾക്കൊരു ലോൺ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു 1-2 വർഷം, കൂടിപ്പോയാൽ 3 വർഷം, അതിൻ്റെ അപ്പുറത്തോട്ട് ലോൺ എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേറെ EMI ഇല്ല, നമുക്ക് ലയബിലിറ്റി ഇല്ല, നമുക്ക് 5 വർഷം വരെ ലോൺ കിട്ടും അല്ലെ 7 വർഷം വരെ ലോൺ കിട്ടും എന്ന് വിചാരിച്ചിട്ട് എന്തിനാണ് നമ്മൾ ഈ EMI എല്ലാം എടുത്ത് ഇങ്ങനെ ഒരു ലോങ് ടേമിലേക്ക് അടച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ലോൺ എടുത്ത് എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കുമോ അതനുസരിച്ചിട്ട് നമുക്ക് അടുത്ത ലോൺ എടുക്കാനുള്ള ഒരു ഇതാവും, നമുക്ക് എലിജിബിലിറ്റി കിട്ടും ഇല്ലേ. 5 വർഷം കൊണ്ട് എടുക്കുന്ന ലോൺ കുറച്ച് കഷ്ടപ്പെട്ട് ഒരു 2 വർഷമോ 3 വർഷം കൊണ്ട് നമ്മൾ അടച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 3ാമത്തെ വർഷം നമുക്ക് ഇതിനേക്കാളും കൂടുതൽ എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതെടുത്തിട്ട് നമുക്കിപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കാനാണെങ്കിൽ അങ്ങനെ, വണ്ടി മാറാനാണെങ്കിൽ അങ്ങനെ, അതിലൊക്കെ നമ്മൾക്കൊരു ഇത്തിരിയും കൂടെ ഒരു നമ്മളെ ഫിനാൻഷ്യലി നമ്മൾ സ്ട്രോങ് ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾക്ക് കുറേ ലോണുകളുണ്ട്, പേഴ്സണൽ ലോൺ, കാർ ലോൺ, അതേമാതിരി ഹൗസിംഗ് ലോൺ, അങ്ങനെ കണ്ടകടച്ചാണ് എല്ലാ ലോണും ഉള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷോർട്ട് ടേം ലോൺസ് നല്ലതായിരിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ അതേപോലെ വേറെ ഇൻകം ഒക്കെ ഉള്ളവരായിരിക്കണം. ഇല്ല, നമുക്ക് കിട്ടുന്ന ചെറിയ ഇൻകത്തിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം കറക്റ്റായിട്ട് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തിരി കൂടെ ലോങ് ആയിട്ടുള്ള ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ 7 ഇയേഴ്സിലേക്കുള്ള പേഴ്സണൽ ലോണുകളായിരിക്കും നല്ലത്. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചിട്ടും നമ്മുടെ ഇൻകത്തിൻ്റെ, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഇതനുസരിച്ചിട്ട് മാത്രമാണ് നമ്മളത് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ ഓരോ പ്രോബ്ലത്തിൽ പോയി ചാടും. കാരണം നമുക്ക് ഇപ്പോൾ ഷോർട്ട് ടേമിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ EMI അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അപ്പുറേന്നും ഇപ്പുറേന്നും ഒക്കെ കടം വാങ്ങിക്കേണ്ടി വരും. ഈ കടം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ആപ്പ് ലോൺസ് ഒക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും പ്രശ്നത്തിലേക്ക് പോരുകയാണ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.